ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ, പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. സീതാനയനം. ആ കാളരാത്രി കഴിഞ്ഞു. ഉദയപർവ്വതത്തിനു മുകളിൽ സൂര്യൻ പ്രത്യക്ഷനായി. ധർമ്മസങ്കടത്തിലായ ലക്ഷ്മണൻ ദുഃഖാഗ്നി ആളിക്കത്തുന്ന മുഖവുമായി സുമന്ത്രരെ വിളിച്ച് തേർ തയ്യാറാക്കാൻ ഉത്തരവ് നൽകി. സുമന്ത്രർ പൂമത്ത വിരിച്ച തങ്കത്തേർ തയ്യാറാക്കി. ലക്ഷ്മണൻ നേരെ അരമനയിലെ അന്തഃപുരത്തിലെത്തി സീതാദേവിയെ നമസ്കരിച്ചു. ദേവി, അവിടുന്ന് സ്വാമിയോട് യാചിച്ചത് ഇതാ അനുവദിച്ചിരിക്കുന്നു. ഗംഗയുടെ തീരത്തുള്ള പുണ്യാശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ മഹാരാജാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ലക്ഷ്മണന്റെ വാക്കുകൾ ദേവിയെ ആനന്ദതുന്തിലയാക്കി. പട്ടുവസ്ത്രങ്ങളും രത്നങ്ങളും എടുത്ത് ദേവി യാത്രയ്ക്ക് തയ്യാറായി. അവയെല്ലാം മുനി ഭക്തിമാർക്ക് ദാനം ചെയ്യണമെന്നവർ ഉറച്ചു. വൈദേഹിയെ തേരിലേറ്റി കുതിരകൾ വായുവേഗത്തിൽ കുതിച്ചു പാഞ്ഞു. ആ സമയം ദുർനിമിത്തങ്ങൾ കണ്ട് സീത ലക്ഷ്മണനോട് സംശയത്തോടെ ചോദിച്ചു, കുമാര, മംഗളകരമല്ലാത്ത ദൃശ്യങ്ങളാണ് ഞാൻ കാണുന്നത്. വലത്തെ കണ്ണ് തുടിക്കുന്നു. മനസ്സാകപ്പാടെ സമനില തെറ്റിയതുപോലെ തോന്നുന്നു. എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. ജ്യേഷ്ഠനും അമ്മമാർക്കും സുഖം തന്നെയല്ലേ? ജനങ്ങൾക്കും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം നല്ല പടിയിൽ തന്നെയാണെന്ന് മാത്രം ലക്ഷ്മണൻ മറുപടി നൽകി. അകാരണമായ ഭീതി മനസ്സിൽ തളം കെട്ടി നിന്ന സീതാദേവി ദേവതകളെ വിളിച്ച് ധ്യാനിച്ചു. അന്ന് രാത്രി ഗോമതീ തീരത്ത് ഒരാശ്രമത്തിൽ അവർ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ഗംഗാതീരത്തെത്തുകയും ചെയ്തു. ഗംഗാ ദർശനത്തോടെ ലക്ഷ്മണന് തൻ്റെ ദുഃഖം അടക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മണൻ നിലവിളിച്ചു പോയി. ലക്ഷ്മണൻ വിലപിക്കുന്നത് കണ്ട് ദേവി അത്ഭുതം കൂറി. കുമാര, ഇങ്ങനെ നിലവിളിക്കാൻ മാത്രം എന്ത് ദുഃഖമാണ് നിനക്കുണ്ടായത്? ചേട്ടനെ പിരിഞ്ഞതിലുള്ള ദുഃഖമാണോ? എനിക്ക് പോലും അത്ര ദുഃഖം തോന്നുന്നില്ലല്ലോ. ആശ്രമത്തിലെത്തിയ ശേഷം നമുക്ക് പെട്ടെന്നു തന്നെ മടങ്ങാം. വരൂ, ഗംഗയെ നമുക്ക് തരണം ചെയ്യാം. ഒന്നും സംസാരിക്കാൻ ശേഷിയില്ലാതിരുന്ന ലക്ഷ്മണൻ മൂളുക മാത്രം ചെയ്തു. അവിടെ നിൽക്കാൻ സുമന്ത്രർക്ക് കൽപ്പന നൽകിയ ശേഷം തോണിക്കാരെ വരുത്തി. ദേവിയെ തോണിയിൽ കയറ്റി ലക്ഷ്മണൻ ഗംഗാനദി കടത്തുവാനൊരുങ്ങി. ആ സമയം രഥത്തിലിരുന്ന സുമന്ത്രർ ഒന്ന് നിൽക്കണേ എന്നും വിളിച്ചു പറഞ്ഞു. ദുഃഖം കൊണ്ട് വിവശനായിരുന്ന ലക്ഷ്മണൻ തോണി നിർത്താതെ മുന്നോട്ട് തുഴയുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു. യാതൊരു വിഷമവുമില്ലാതെ ഗംഗയെ അവർ തരണം ചെയ്തു. ഗംഗാനദി കടന്നതോടെ ലക്ഷ്മണന് ദുഃഖം സഹിക്കവയ്യാതായി. നിറമിഴികളോടെ ദേവിയോട് പറഞ്ഞു തുടങ്ങി. ദേവി, അമ്മേ, എൻ്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുന്നത് വിഷം പുരട്ടിയിരിക്കുന്ന അമ്പാണ്. ജ്യേഷ്ഠൻ എന്നെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നിന്ദ്യനാക്കി മാറ്റി. ഞാൻ ഭ്രാന്തനായിരുന്നെങ്കിൽ, എനിക്കിപ്പോൾ മരണം സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദേവി എന്നോട് ദയ കാട്ടണം. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവശനായി ലക്ഷ്മണൻ ഭൂമിയിൽ മറിഞ്ഞു വീണ് കഴിഞ്ഞിരുന്നു. ലക്ഷ്മണൻ്റെ ശബ്ദവും അവസ്ഥയും കണ്ട് സീത പരിഭ്രമിച്ചു. ദുഃഖത്തിൻ്റെ കാരണമെന്തെന്ന് തന്നോട് പറയാൻ അപേക്ഷിക്കുകയും ചെയ്തു. ദേവി, ജനങ്ങൾ അവിടുത്തെ പറ്റി ദുഷിച്ചു പറയുന്നതായി രാജസദസ്സിൽ വെച്ച് ജ്യേഷ്ഠൻ അറിയുവാനിടയായി. അപകീർത്തി സഭയിൽ വെച്ച് കേട്ടപ്പോൾ മനം നൊന്ത രാജാവ് ജനാപവാദത്തെ ഭയന്ന് ദോഷമൊന്നും ചെയ്തിട്ടില്ലാത്ത ദേവിയെ ആശ്രമപ്രാന്തത്തിൽ ഉപേക്ഷിക്കുവാൻ എന്നോട് കൽപ്പിച്ചു. ദേവി, യാതൊരു തരത്തിലും ദുഃഖിക്കരുത്. ആ കാണുന്നതാണ് വാത്മീകി മഹർഷിയുടെ പുണ്യതപോവനം. അച്ഛൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും
ബ്രഹ്മർഷിയുമായ വാത്മീകി അവിടെയുണ്ട്. അവിടെ വ്രതാനുഷ്ഠാനങ്ങളോടെ ജ്യേഷ്ഠനെ സ്തുതിച്ച് അവിടുന്ന് വാഴണം. അങ്ങനെ ചെയ്താൽ എല്ലാം ശുഭമായി തീരും. ലക്ഷ്മണന്റെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ കേട്ട സീത മൂർച്ഛിച്ച് ഭൂമിയിൽ പതിച്ചു. നേരം കുറേ കഴിഞ്ഞ് ദേവി മൂർച്ച വിട്ടുണർന്നു. പിന്നെ ദീനം വിലപിച്ചു. അനുജ, ബ്രഹ്മാവ് എന്നെ സൃഷ്ടിച്ചതു തന്നെ ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇതിന് തക്കതായി പൂർവജന്മത്തിൽ ഞാൻ എന്തു പാപമാണ് ചെയ്തിട്ടുള്ളത്? സ്വാമി എന്നെ ഉപേക്ഷിച്ചുവല്ലോ. ഞാൻ മൂലം ആർക്കോ ഭാര്യാവിയോഗ ദുഃഖം ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എങ്ങനെയാണ് യാതൊരു പാപവും ചെയ്യാത്ത എന്നെ ദേവൻ ഉപേക്ഷിച്ചത്? എൻ്റെ ജീവിതം ഗംഗാദേവിയിൽ ഒടുക്കുവാൻ കഴിയുകയില്ല. ഭർത്താവിൻ്റെ വംശം നിലനിർത്താനുള്ള സന്തതി എൻ്റെ വയറ്റിൽ വളരുകയാണ്. അനുജ, നീ വിഷമിക്കേണ്ട. നീ ജ്യേഷ്ഠൻ്റെ ആജ്ഞ നിർവഹിച്ച് മടങ്ങിക്കൊള്ളൂ. ദുഃഖിതയായ എന്നെ ഉപേക്ഷിച്ച് നീ രാജാവിനെ അനുസരിക്കുക. മടങ്ങിച്ചെന്നാൽ സ്വാമിയോടും അമ്മമാരോടും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. ധർമ്മിഷ്ഠനായ മഹാരാജാവിനോട് ഇത്രമാത്രം പറയുക: സീത പരിശുദ്ധയാണെന്ന സത്യം മറ്റാരേക്കാളും അങ്ങയ്ക്ക് അറിയാമല്ലോ. ഞാൻ എന്നും അങ്ങയുടെ ഇഷ്ടം മാത്രമേ നോക്കിയിട്ടുള്ളൂ. വീരനായ അങ്ങ് ദുഷ്പേര് ഭയന്നാണല്ലോ എന്നെ ഉപേക്ഷിച്ചത്. അങ്ങയുടെ അനശ്വരമായ യശസ്സിൽ കറയൊന്നും പുരളാതെ നോക്കേണ്ട കടമ എനിക്കുള്ളതാണല്ലോ. എനിക്ക് എന്നും ആശ്രയമായി അങ്ങ് മാത്രമേ ഉള്ളൂ. സ്വന്തം അനുജന്മാരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ജനത്തെയും സ്നേഹിക്കുന്നു. പ്രജകളുടെ ധാർമ്മിക ജീവിതമാണ് രാജാവിൻ്റെ യശസ്സിൻ്റെ അടിത്തറ. ജനങ്ങളുടെ അപവാദത്തെക്കുറിച്ച് കേട്ടത്ര ദുഃഖം എൻ്റെ ശരീരത്തെക്കുറിച്ച് ഇല്ല പ്രഭു. ഉത്തമയായ സ്ത്രീക്ക് ഭർത്താവാണ് ഈശ്വരൻ. ബന്ധുവും ഗുരുവും അവൻ തന്നെയാണ്. എൻ്റെ ജീവൻ കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് ഹിതമായത് മാത്രമേ ചെയ്യുകയുള്ളൂ. ലക്ഷ്മണ, ഞാൻ ഗർഭിണിയാണ്. നീ എന്നെ സൂക്ഷിച്ചു നോക്കിയ ശേഷം മടങ്ങിക്കൊള്ളൂ. ലക്ഷ്മണൻ ദുഃഖിതനായി തല കുമ്പിട്ടു നിന്നതേ ഉള്ളൂ. ദുഃഖമൊന്നടങ്ങിയപ്പോൾ ദേവിയെ വലം വെച്ച് പാദങ്ങളിൽ നമസ്കരിച്ച് വിലപിച്ചു. ദേവി, അവിടുത്തെ പാദങ്ങളല്ലാതെ ആ തിരുവുടൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കെങ്ങനെയാണ് ഈ ഘോര വിപിനത്തിൽ വെച്ച് ഏകയായ ദേവിയെ നോക്കുവാൻ കഴിയുക? ഇത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ലക്ഷ്മണൻ മുക്കുവന്മാരുടെ അടുത്തേക്ക് മെല്ലെ നടന്നു തുടങ്ങി. തോണിയിൽ കയറി വടക്കേ തീരത്തേക്ക് പോയി. അവിടെ കാത്തു നിന്നിരുന്ന സുമന്ത്രരുടെ രഥത്തിൽ കയറി. ആ സമയം തിരിഞ്ഞു നോക്കാതിരിക്കാൻ ലക്ഷ്മണന് കഴിഞ്ഞില്ല. തല കുമ്പിട്ടുകൊണ്ട് ലക്ഷ്മണൻ അയോധ്യയിലേക്ക് മടങ്ങി. ദൂരെ ചെറുതായി വരുന്ന രഥത്തെയും ലക്ഷ്മണനെയും നോക്കിക്കൊണ്ട് സീത പ്രതിമ കണക്കേ നിന്നു. ഘോരമായ വനത്തിൻ്റെ നടുവിൽ ഏകയായി നിന്ന സീത ഭർത്താവിനെ വിളിച്ച് വിലപിച്ചു. ആ വിലാപം വനത്തിനുള്ളിൽ മാറ്റൊലിക്കൊണ്ടു. ആശ്രമപ്രവേശനം. കുലീനയായൊരു സ്ത്രീ ആശ്രമ പരിസരത്ത് നിന്ന് വിലപിക്കുന്നത് കായ്കനികൾ തേടിപ്പോയ ചില മുനികുമാരന്മാർ കണ്ടു. അവരുടനെ വാത്മീകിയുടെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചു. ബ്രഹ്മർഷി കണ്ണടച്ച് അല്പമൊന്ന് ആലോചിച്ചു. മനക്കണ്ണുകൊണ്ട് അതാരെന്ന് പിടികിട്ടിയ വാൽമീകി മഹർഷി നേരിട്ട് തന്നെ ദേവിയുടെ അടുത്തേക്ക് വന്നു. ഗംഗാതീരത്തെത്തിയ മഹർഷി സീതയെ ആശ്വസിപ്പിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ പ്രിയ പത്നിയായ സീതേ, സതീരത്നമായ നിനക്ക് എൻ്റെ ആശ്രമത്തിലേക്ക് സ്വാഗതം. നീ ഇവിടെ വന്നതെങ്ങനെയെന്നും അതിന് കാരണമെന്തെന്നും നീ പാപമൊന്നും ചെയ്തിട്ടില്ലെന്നും എനിക്കറിയാം. നീ ധൈര്യമായിരിക്കൂ. നീ മറ്റെവിടെയുമല്ല, എൻ്റെ അടുത്താണ്. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം പുത്രിയെപ്പോലെ സ്വീകരിക്കുകയാണ്. ഇവിടെയുള്ള അനേകം താപസികളോടൊത്ത് നിനക്ക് സന്തോഷത്തോടെ കഴിയാം. സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ പോലെ നീ സന്തോഷിക്കൂ. എന്തു ചെയ്യണമെന്നറിയാതെ കാനനത്തിൽപ്പെട്ട് ഉഴറിയിരുന്ന സീതയ്ക്ക് അത് വലിയൊരാശ്വാസം തന്നെയായിരുന്നു. ദേവി മുനിയുടെ പാദത്തിൽ വീണ് കണ്ണീർ പൊഴിച്ചു. അവിടെ വന്നുകൂടിയ താപസിമാരോട്
ഇത് രാമഭഗ്നിയായ സീതയാണെന്നും നിർദോഷിയായ അവളെ ഭർത്താവ് ഉപേക്ഷിച്ചെന്നും അതുകൊണ്ട് ദേവിയെ പരിരക്ഷിക്കേണ്ട ചുമതല തനിക്കാണെന്നും വാത്മീകി സ്നേഹപൂർവം പറഞ്ഞു. അത് കേട്ട് തങ്ങൾ സ്നേഹപൂർവം സീതയെ പരിരക്ഷിച്ചു കൊള്ളാമെന്ന് താപസികൾ പറഞ്ഞു. ദേവിയെ താപസികളുടെ അടുത്ത് ഏൽപ്പിച്ച ശേഷം മുനി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ സമയത്ത് അയോധ്യയിലേക്ക് മടങ്ങുകയായിരുന്ന ലക്ഷ്മണൻ സീതയുടെ ദുഃഖത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അജേയനായ രാമൻ വിധിക്ക് അടിമപ്പെടുമല്ലോ എന്നും അകീർത്തികരമായ ഈ കൃത്യം മൂലം എന്ത് ധർമ്മമാണ് ജ്യേഷ്ഠന് ലഭിക്കുക എന്നും ലക്ഷ്മണൻ ചോദിച്ചു. വിധിയെ ആർക്കും തടുക്കാൻ കഴിയില്ലെന്ന് ജ്ഞാനിയായ സുമന്ത്രർ പറഞ്ഞു. ഇന്ന് സീതയെയാണ് ഉപേക്ഷിച്ചതെങ്കിൽ നാളെ ഭരത ശത്രുഘ്നന്മാരെയായിരിക്കാം ഉപേക്ഷിക്കുക. രാമൻ്റെ ജീവിതം ദുരന്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ദുർവാസാവ് ഇത് നേരത്തെ തന്നെ ദശരഥ മഹാരാജാവിനോട് വെളിപ്പെടുത്തിയിരുന്നെന്നും സുമന്ത്രർ അറിയിച്ചു. ആ കഥ സുമന്ത്രർ ലക്ഷ്മണനോട് വിശദീകരിച്ചു. ക്ഷിപ്രകോപിയായ ദുർവാസാവ് ഒരിക്കൽ വസിഷ്ഠാശ്രമത്തിൽ വന്ന് താമസിച്ചു. ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ ചെന്നു കണ്ടു. തൻ്റെ വംശത്തിൻ്റെ ഭാവിയെക്കുറിച്ചറിയാൻ അദ്ദേഹം ഉത്കണ്ഠാകുലനായി. മുനി അത് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങയുടെ പുത്രൻ ഐശ്വര്യത്തോടെ വളരെ കാലം അയോധ്യ രാജ്യം ഭരിക്കും. രാമൻ്റെ ജീവിതം മുഴുവൻ വിരഹം കൊണ്ട് ദുഃഖപൂർണമായിരിക്കും. സീതയിൽ രാമന് 2 പുത്രന്മാരുണ്ടാവും. അവർ ജനിക്കുന്നത് അയോധ്യയ്ക്ക് പുറത്തായിരിക്കും. ആ പുത്രന്മാർ മൂലം അങ്ങയുടെ വംശം നിലനിൽക്കും. രാമൻ അവരെ അഭിഷേകം നടത്തി രാജാവാക്കുകയും ചെയ്യും. പണ്ട് ദേവാസുര കാലത്ത് തോറ്റോടിയ രാക്ഷസന്മാർ ഭൃഗുമുനിയുടെ പത്നിയുടെ അടുത്ത് അഭയത്തിനായി ചെന്നു. അത് കണ്ട് കോപാകുലനായ മഹാവിഷ്ണു ഭൃഗുപത്നിയെ വധിച്ചു. തൻ്റെ പത്നിയെ വധിച്ച് വിരഹദുഃഖം നൽകിയ മഹാവിഷ്ണു തന്നെ പോലെ തന്നെ വിരഹദുഃഖം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഭൃഗുമുനി വിഷ്ണുവിനെ ശപിച്ചു. ഭഗവാൻ വിഷ്ണു ആ ശാപം ഏറ്റുവാങ്ങി. ദശരഥപുത്രനായ രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഭൃഗുവിൻ്റെ ശാപം രാമൻ ഈ ജന്മത്തിൽ അനുഭവിച്ചേ തീരൂ. എന്നിങ്ങനെ ദുർവാസാവ് രാമൻ്റെ ജനനത്തെക്കുറിച്ചുള്ള രഹസ്യം ദശരഥ മഹാരാജാവിനോട് വെളിപ്പെടുത്തിയിരുന്നെന്ന് സുമന്ത്രർ പറഞ്ഞു. പിറ്റേന്ന് ഉച്ചയോടുകൂടി അവർ അയോധ്യാപുരിയിലെത്തി. കണ്ണു കലങ്ങി കരഞ്ഞു വീർത്ത മുഖവുമായി ഇരിക്കുന്ന രാമൻ്റെ മുമ്പിലെത്തി ലക്ഷ്മണൻ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ദേവിയെ വാത്മീകിയുടെ ആശ്രമപ്രാന്തത്തിൽ ഉപേക്ഷിച്ചു എന്ന് കേട്ടപ്പോഴേക്കും വികാരമടക്കാനാവാതെ രാമൻ വിങ്ങിപ്പൊട്ടി. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ സമാശ്വസിപ്പിച്ചു. വിരഹം അനിവാര്യമാണെന്നും വിഷാദത്തിനർത്ഥമില്ലെന്നും മനോധൈര്യം വീണ്ടെടുത്ത് രാജ്യകാര്യങ്ങളിൽ മുഴുകണമെന്നും ലക്ഷ്മണൻ അഭ്യർത്ഥിച്ചു. നിമി വസിഷ്ഠ ദേഹാപായ കഥനം. രാജാക്കന്മാരുടെ ചില നിസ്സാര തെറ്റുകൾ വലിയ ഭവിഷ്യത്തുകളാണ് പലപ്പോഴും വരുത്തുക. സീതാവിയോഗത്തിനു ശേഷം രാമൻ കുറച്ചു ദിവസത്തേക്ക് രാജ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി. അത് മനസ്സിലാക്കിയ രാമൻ രാജധർമ്മത്തെക്കുറിച്ച് അനുജന്മാരോട് ഒരു കഥ പറഞ്ഞു. ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിരുന്ന നിമി ഒരു മഹായജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. വസിഷ്ഠൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ യജ്ഞം നടത്തുവാൻ ഗൗതമനെയാണ് പുരോഹിതനായി നിയമിച്ചത്. യജ്ഞം നടത്തുവാൻ ഗൗതമനെ നിയമിച്ചു കഴിഞ്ഞ ശേഷമാണ് വസിഷ്ഠൻ മടങ്ങിയെത്തിയത്. തന്നെ അപമാനിച്ച നിമിക്ക് ശരീരമില്ലാതെ പോകട്ടെ എന്ന് മുനി ശപിച്ചു. ആ രാജർഷിയും വെറുതെ ഇരുന്നില്ല. വസിഷ്ഠന് ശരീരമില്ലാതായി പോകട്ടെ എന്ന് നിമിയും ശപിച്ചു. ശരീരമില്ലാത്തവനായി തീർന്ന വസിഷ്ഠൻ ബ്രഹ്മാവിനെ കണ്ട് സങ്കടം പറഞ്ഞു. മിത്രവരുണന്മാരുടെ രേതസ്സിൽ അലിഞ്ഞ് ശരീരം നേടാൻ ബ്രഹ്മാവ് ഉപദേശിച്ചു. ആ സമയം മിത്രൻ വരുണനോടൊപ്പം പാലാഴിയിൽ കഴിയുകയായിരുന്നു. അപ്സരസുന്ദരിയായ ഉർവശി വരുണൻ്റെ അടുത്തെത്തിയത് ആ സമയത്താണ്. അവളെ കണ്ട് വരുണന് അടക്കാനാവാത്ത ആഗ്രഹമുണ്ടായി. പക്ഷേ അന്ന് അവർക്ക് മിത്രൻ്റെ അടുക്കൽ പോകേണ്ടതുണ്ടെന്നും അതുകൊണ്ട് ശരീരം മിത്രന് സമർപ്പിച്ചു. ഹൃദയം വരുണന് നൽകാമെന്നും ഉർവശി സമ്മതിച്ചു.
വികാരവിവശനായ വരുണൻ്റെ ശക്തി പുറത്തേക്ക് പ്രവഹിച്ചു. ഉർവശി അതൊരു കുടത്തിലേക്ക് സ്വീകരിച്ചു. അതിനുശേഷം മിത്രൻ്റെ അടുക്കലെത്തിയ അവളെ കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം മിത്രൻ ശപിച്ചു. മനുഷ്യ സ്ത്രീയായി ഭൂമിയിൽ ജീവിക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം. അങ്ങനെയാണ് ഉർവശി പുരൂരവസിൻ്റെ പത്നിയായി ഭൂമിയിൽ വന്നു പിറന്നത്. അവർക്കുണ്ടായ മകനാണ് ആയുസ്. ആയുസിൻ്റെ മകനാണ് നഹുഷൻ. ഉർവശിയെ ശപിച്ചെങ്കിലും മിത്രൻ്റെ ശക്തി അതിനകം പുറത്തേക്ക് വന്നിരുന്നു. അതും കുംഭത്തിൽ തന്നെയാണ് വീണത്. ആ കുടത്തിൽ നിന്ന് 2 ഋഷിവരന്മാർ പിറന്നു, അഗസ്ത്യനും വസിഷ്ഠനും. ദേഹമില്ലാതായി തീർന്ന നിമി തപസ്സു ചെയ്ത് ദേവകളെ പ്രീതിപ്പെടുത്തി. എല്ലാ ജീവജാലങ്ങളുടെയും കണ്ണിൽ ജീവിക്കുവാൻ നിമിയെ ദേവന്മാർ അനുഗ്രഹിച്ചു. പുത്രന്മാരില്ലാതിരുന്ന നിമിയിൽ നിന്ന് വംശം നിലനിർത്താനായി മുനിമാർ അവൻ്റെ ഛേദസറ്റ ജഡത്തെ അണിയിൽ വെച്ച് കടഞ്ഞു. അതിൽ നിന്നുണ്ടായ പുത്രനാണ് ജനകൻ. രാമൻ കഥ തുടർന്നു. നഹുഷൻ്റെ പുത്രനായ യയാതി 2 ഉത്തമ സ്ത്രീകളെ വിവാഹം കഴിച്ചു. വൃഷപർവാവിൻ്റെ പുത്രി ശർമ്മിഷ്ഠയും ശുക്രാചാര്യരുടെ പുത്രി ദേവയാനിയുമായിരുന്നു യയാതിയുടെ പത്നിമാർ. ഇരുവരിലും ഓരോ പുത്രന്മാർ ജനിച്ചു. ശർമ്മിഷ്ഠയുടെ പുത്രന് പൂരു എന്നും ദേവയാനിയുടെ പുത്രന് യദു എന്നും പേരിട്ടു. പൂരുവിനോടായിരുന്നു യയാതിക്ക് കൂടുതൽ വാത്സല്യം. ഇതു കണ്ട യദു അമ്മയെയും കുട്ടി ശുക്രാചാര്യനെ കണ്ട് സങ്കടമറിയിച്ചു. താനും തൻ്റെ പുത്രനും ഇങ്ങനെ പോയാൽ മരിക്കേണ്ടി വരുമെന്ന് ദേവയാനി സങ്കടപ്പെട്ടു. കുപിതനായ മുനി യയാതിയെ ശപിച്ചു. ജരാനരകൾ ബാധിച്ച് യൗവനം നഷ്ടപ്പെടട്ടെ എന്നായിരുന്നു ശാപം. വൃദ്ധനായി തീർന്ന യയാതി തൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങണമെന്ന് യദുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രിയപുത്രനായ പൂരുവിനോട് പറയാനാണ് അവൻ മറുപടി പറഞ്ഞത്. പൂരുവാകട്ടെ സസന്തോഷം പിതാവിൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങി. സുഖഭോഗങ്ങളിൽ മുഴുകാനായി പിതാവിന് തൻ്റെ യൗവനം ദാനം ചെയ്യുകയും ചെയ്തു. വളരെ കാലത്തിനു ശേഷം തൻ്റെ മകന് യയാതി യൗവനം തിരിച്ചു നൽകി. അവന് രാജാവാക്കുകയും ചെയ്തു. പൂരുവിനെ പോലെ ക്ഷമാശീലമുള്ളവരായിരിക്കണം രാജാക്കന്മാരെന്ന് രാമൻ പറഞ്ഞു. ലവണാസുരവധം. ഒരു പ്രഭാതത്തിൽ ച്യവന മഹർഷി ശിഷ്യന്മാരുമായി രാമചന്ദ്രൻ്റെ കൊട്ടാരത്തിലെത്തി. രാമൻ അത്യാദരപൂർവം അവരെ സ്വീകരിച്ചാനയിച്ചു. അവരുടെ ആഗമനോദ്ദേശം അറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് രാമൻ ഉണർത്തിച്ചു. അപ്പോഴാണ് മുനിമാർ തങ്ങളെ ലവണാസുരൻ എന്ന ദുഷ്ടൻ ഉപദ്രവിക്കുന്ന വിവരം രാമനെ അറിയിച്ചത്. മധുവിന് കുംഭിനസിയിലുണ്ടായ പുത്രനാണ് ലവണൻ. ക്രൂരനായ അവൻ ബ്രാഹ്മണ വിദ്വേഷിയും കൂടിയാണ്. മകൻ്റെ ദുഷ്ചെയ്തികളിൽ മനം മടുത്ത മധു വരുണൻ്റെ അടുക്കലേക്ക് പോയി. പക്ഷേ അതിനു മുൻപ് തന്നെ രുദ്രൻ തനിക്ക് നൽകിയ വേൽ മധു മകന് നൽകിയിരുന്നു. അതുകൂടി ലഭിച്ചതോടെ അവൻ കൂടുതൽ അഹങ്കാരിയായി. അവൻ്റെ ഉപദ്രവം മൂലം ജനങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞതെന്ന് മുനിമാർ വെളിപ്പെടുത്തി. ലവണാസുരനിൽ നിന്ന് രക്ഷ നേടാനായി തങ്ങൾ പല രാജാക്കന്മാരെ ശരണം പ്രാപിച്ചുവെന്നും മുനിമാർ പറഞ്ഞു. പക്ഷേ ആരും തന്നെ അതിന് തയ്യാറായില്ല. അപ്പോഴാണ് രാവണ നിഗ്രഹം കഴിഞ്ഞ് രാമൻ മടങ്ങിയെത്തിയ വിവരം മഹർഷിമാർ അറിയുന്നത്. ലവണാസുരനെ കൊന്ന് മുനിമാരെ സംരക്ഷിക്കാമെന്ന് രാമൻ വാക്കു നൽകി. രാമൻ ഭരതശത്രുഘ്നന്മാരോട് ലവണാസുരനെ വധിക്കുവാൻ ആവശ്യപ്പെട്ടു. ഭരതൻ യുദ്ധത്തിനു പോകാൻ സന്നദ്ധനായെങ്കിലും 14 വർഷത്തെ രാജ്യഭാരം മൂലം ക്ഷീണിതനായിരിക്കുന്ന കുമാരൻ വിശ്രമിച്ചാൽ മതിയെന്ന് രാമൻ കൽപ്പിച്ചു. ലവണാസുര നിഗ്രഹത്തിനുള്ള ചുമതല ശത്രുഘ്നനെയാണ് രാമൻ ഏൽപ്പിച്ചത്. ലവണാസുരനെ തോൽപ്പിച്ച് അവൻ്റെ രാജ്യത്തെ രാജാവായിക്കൊള്ളാൻ രാമൻ ശത്രുഘ്നനെ ഉപദേശിച്ചു. ശത്രുഘ്നനെ രാജാവാക്കി രാമൻ അഭിഷേകം ചെയ്തു. തുടർന്ന് രാമൻ ഒരു ദിവ്യാസ്ത്രം ശത്രുഘ്നന് നൽകി. അതുപയോഗിച്ച് ശത്രുസംഹാരം നടത്താൻ അരുളി ചെയ്തു. ലവണൻ നിരായുധനായിരിക്കുമ്പോൾ മാത്രമേ അവനെ യുദ്ധത്തിന് ക്ഷണിക്കാവൂ എന്ന്
ഉപദേശിക്കുവാൻ രാമൻ മറന്നില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ശത്രുഘ്നൻ രഹസ്യമായി മധുവനത്തിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ കയറാൻ ശത്രുഘ്നൻ മറന്നില്ല. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായ സീതാ പ്രസവ ശ്രവണം അടുത്ത ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക്